നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ട് ഏറെ കടപ്പാടുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കണമെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ഹക്കുകൾ വീടുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം കടപ്പാടുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനോട് നമുക്ക് കടപ്പാടുകളുണ്ട്. അടുത്ത കുടുംബ ബന്ധുക്കളോട് കടപ്പാടുകളുണ്ട്. അതുപോലെ ഭാര്യമാരോടും, ഭാര്യമാർക്ക് ഭർത്താവിനോടും, മക്കളോടും, മക്കൾക്ക് രക്ഷിതാക്കളോടും കടമകളുണ്ട്. അയൽവാസികളോട് കടപ്പാടുകളുണ്ട്. നാട്ടുകാരോട് കടപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് അന്യമതസ്ഥരോടുമുണ്ട് കടപ്പാട്. നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്ന വിരുന്നുകാരോടും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോടും കടപ്പാടുണ്ട്. അങ്ങനെ പോകുന്നു ദീർഘമായ അതിൻ്റെ പട്ടിക. ഇത് മുഴുവനും എന്താണ് ഏതാണ് എന്ന് വ്യാഖ്യാനിച്ച ഒരു ദീനാണ് ഇസ്ലാം. മറ്റുള്ള മതങ്ങളിൽ ഇതുപോലെ സമഗ്രമായി കടപ്പാടുകൾ വ്യാഖ്യാനിച്ചതായി കാണപ്പെടുകയില്ല. ഇത്തരത്തിലുള്ള കടപ്പാടുകൾ മനസ്സിലാക്കുകയും അത് പൂർണ്ണമായി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് സ്വാലിഹ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പരലോക വിജയം അള്ളാഹു നൽകുന്നത് ഇത്തരത്തിൽ സ്വാലിഹായി തീർന്നവർക്കാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്രഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ എന്താണോ അത് മനസ്സിലാക്കുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നവരാണ് സ്വാലിഹ്. അള്ളാഹുവിൻ്റെ അടുത്ത് വിജയം ലഭിച്ചവർ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവർക്ക് എത്തിപ്പെടാവുന്ന പ്രഥമ പദവിയാണ് സ്വാലിഹ് എന്നത്. അത് നേടിയെടുക്കാൻ സ്രഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടമ എന്താണെന്ന് അറിയുകയും അത് നിർവഹിക്കുകയുമാണ് ചെയ്യുവാനുള്ളത്. സൃഷ്ടികളിൽ ശ്രേഷ്ഠരും നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളവരുമാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനോട് നമുക്ക് എന്തെല്ലാം കടപ്പാടുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ കടപ്പാടുകളെ 10 വാചകങ്ങളിലേക്ക് സംഗ്രഹിക്കാം. മുൻഗാമികളായ മഹാന്മാർ ഇൽമിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. മുൻഗാമികളായ മഹാന്മാരുടെ ഇൽമിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ് ഈ 10 കാര്യങ്ങൾ. ഈ 10 എണ്ണത്തിൽ എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. 1. മാരിഫത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൽ വിശ്വാസം ഉറയ്ക്കും വിധം അറിയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഇൽമ് എന്നല്ല മാരിഫത്ത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഇൽമ് എന്നല്ല മാരിഫത്ത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൽമാകുമ്പോൾ മൊത്തത്തിലുള്ള ഒരറിവായാലും മതി. മാരിഫത്താകണമെങ്കിൽ ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നത്ര അറിയലാണ്. അങ്ങനെ വിസ്തരിച്ചറിയുമ്പോഴാണ് ആ വ്യക്തിയോടുള്ള മഹബ്ബത്തും ഈമാനും ഉണ്ടാവുകയുള്ളൂ. 2. ഈമാനുൻ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസമുറപ്പിക്കൽ. ബാഹ്യമായ ചരിത്രം മാത്രം അറിഞ്ഞതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസം ഉറയ്ക്കുന്നതല്ല. അള്ളാഹുവിൻ്റെ റസൂലാണെന്ന ബോധ്യമുണ്ടാകുന്ന വിധം അറിയണം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണ, ഇതാഅത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലാണെന്നറിയുന്നതോടെ ആ റസൂൽ കൊണ്ടുവന്ന കൽപ്പനകളെ ശിരസാ വഹിക്കുകയും വിരോധനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണമല്ലോ. അതാണ് റസൂലിനോടുള്ള അനുസരണ. 4. പിൻപറ്റൽ, ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം തന്നെ നമുക്ക് മാതൃകയുള്ളതാണ്. അങ്ങനെയുള്ള ഒരു റസൂലിൽ വിശ്വസിച്ചവർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, സുന്നത്ത് പിൻപറ്റിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. 5. മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കൽ. സ്വന്തം ജീവനേക്കാൾ കൂടുതൽ റസൂലിനെ സ്നേഹിക്കുന്ന തലത്തിലേക്ക് ഒരാളുടെ സ്നേഹത്തിന് വളർച്ച പ്രാപിക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ പദവി ആർജിക്കുവാൻ സാധിക്കൂ. ഇനി അതിന് സാധ്യമായില്ലെങ്കിൽ ആകാവുന്നിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മിൽ പൂത്തുലയേണ്ടതുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നബി സ്നേഹത്തിൻ്റെ ഒരു വിധാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. 6. ബഹുമാനിക്കലും ആദരിക്കലും. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കൽ അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നതിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമഹത്വങ്ങളും നമ്മോടുള്ള നബിയുടെ ബന്ധവും തിരിച്ചറിയുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് കൂടുതൽ ബഹുമാനമുള്ളവരായി മാറും. അപ്പോഴാണ് ആ കടപ്പാടിൻ്റെ ആഴമറിയുകയുള്ളൂ. 7. സ്വലാത്തും സലാമും ചൊല്ലൽ. അള്ളാഹുവും മലായിക്കത്തുകളും റസൂലിനു വേണ്ടി ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ നമുക്കും ഭാഗമാക്കാനുള്ള ഏക അവസരം സ്വലാത്തിൻ്റെ രംഗത്താണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്തിൻ്റെ സ്ഥാനത്ത് സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ നാം ഓർക്കണം. ഗുണപ്രാർത്ഥനയാകുന്ന സ്വലാത്തിനോടൊപ്പം സലാമും രക്ഷാപ്രാർത്ഥനയും കൂടി അള്ളാഹു നമ്മുടെ മേൽ ബാധ്യതയാക്കിയിട്ടുണ്ട്. അതുപ്രകാരം നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഗുണവും രക്ഷയും ചോദിക്കുന്നവരായി മാറുമ്പോഴാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാട് പൂർത്തിയാക്കിയവരാകുന്നുള്ളൂ. 8. ഖിദ്മത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സേവകനാകൽ, അതായത് ദീനീ സേവനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ആയുസ്സു ചിലവിട്ടുകൊണ്ട് അധ്വാനിച്ചത് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനാണ്. ആ മേഖലയിൽ തങ്ങളുടെ അനന്തരഗാമിയായി നിലകൊള്ളുകയാണ് അവിടുത്തേക്കുള്ള ഏറ്റവും വലിയ സേവനം. മശായിഖന്മാർക്കുള്ള ഖിദ്മത്ത് എന്ന് പറയുന്നിടത്തും ഇപ്രകാരം ഏറ്റവും മുഖ്യം വൈജ്ഞാനിക രംഗത്തുള്ള സേവനമാണ്. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടവരോടുള്ള ബഹുമാനവും സ്നേഹവും പുലർത്തൽ. അഹ്ലുബൈത്ത്, സ്വഹാബാക്കളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവകളെയെല്ലാം ആദരപൂർവ്വം കാണൽ നമ്മുടെ ബാധ്യതയാണ്. 10. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടുള്ള ബന്ധം. ഉമ്മത്തിൻ്റെ കെട്ടുറപ്പിനു വേണ്ടി ആത്മാർത്ഥമായി മനസ്സുവെച്ചതുകൊണ്ടാണ് മുൻഗാമികളായ പണ്ഡിതർക്ക് അല്ലാഹു തആല പ്രത്യേകമായ അറിവുകൾ തുറന്നുകൊടുത്തത്. ദീനിലെ പല തത്വങ്ങളും വിധിവിലക്കുകളും വ്യാഖ്യാനിക്കാനും സമർത്ഥിക്കാനും ആവശ്യമായ വിജ്ഞാനങ്ങൾ അങ്ങനെയാണ് പിൽക്കാലത്ത് വികാസം പ്രാപിച്ചത്. ആത്മാർത്ഥതയും ത്യാഗപരിശ്രമവും നിറഞ്ഞ ആ വിജ്ഞാന കുതുകികൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഇമാം എന്ന വിശേഷിപ്പിക്കപ്പെട്ടവരായി തീർന്നു. ഗീബത്തും പരദൂഷണം, നമീമത്തും ഏഷണി പ്രചരിപ്പിക്കുമ്പോൾ ഉമ്മത്തിന് കെട്ടുറപ്പ് നഷ്ടപ്പെടുന്നു. അത്തരം വിവാദങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഉമ്മത്തിൻ്റെ സ്വലാഹിയത്ത് ഈ രൂപത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കടപ്പാടിൻ്റെ അവിഭാജ്യ ഘടകമാണ്. റസൂലിനെ അറിയുക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പുസ്തകത്തിൻ്റെ 2ാമത്തെ ബാബ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ബാരി ഫൈസി രചിച്ചത്.